ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. ഇന്നൊന്ന് പറഞ്ഞ് നാളെ അത് മാറ്റി പറയാന്നുള്ളത്. നേരോ? അമ്മച്ചിയാണ് നേരെ. എന്തായാലും നമുക്ക് കുറച്ച് ക്ലിപ്സ് കണ്ടതിന് ശേഷം ഈ ഒരു വിഷയത്തെ കുറിച്ച് നമുക്ക് എന്തായാലും സംസാരിക്കാം. ഇത്രയും ക്രൂരത കാണിക്കരുത്. നിനക്ക് വേണ്ടിയാ ഞാൻ ഈ വേഷം കെട്ടിയത്. മാപ്പ് ഞാൻ മാപ്പാനെ ചോദിച്ചില്ല. ഈ കാര്യം എന്നെ ദേഷ്യമുള്ള ഒരു കാര്യമാണ്. പ്രശ്നമില്ല, ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് പ്രതിഷേധം. കാരണം ആ കുട്ടിക്ക് എനിക്ക് അറിയത്തില്ല. ഐ ഡോണ്ട് നോ ഹു ഈസ് ഹി. ഞാൻ തോറ്റതല്ല, പിന്നെ തോറ്റു കൊടുത്തതാ. നമുക്ക് ക്ഷമ ചോദിക്കുന്നത്, നമുക്ക് ക്ലിയറിഫിക്കേഷൻ ചെയ്യുന്നത് രണ്ടിനും വ്യത്യാസം. ഞാൻ ഇത്തിരി സ്നേഹം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയാ അതും കുറ്റം. അണ്ടിയോട് അടുക്കുമ്പോഴേ മതി. എനിക്ക് ആരൊക്കെ മാപ്പ് ചോദിക്കുന്ന ഓരോ ആവശ്യമില്ല ഇല്ല. ബിക്കോസ് എനിക്ക് തന്നെ നന്നായിട്ട് അറിയാം. അതിന്റെ ഒന്നും ആവശ്യമില്ല, എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നത്? ഞാൻ ജന്മനിയാണ്, ഞാൻ മുഖത്തെ നോക്കി സംസാരിക്കുന്നതാണ്. ആരായിക്കോട്ടെ, എനിക്ക് ഒരു പ്രശ്നമില്ല. ഈ സുധാരത്തിന്റെ തമാശ ഇതെങ്ങനെ ചോദിക്കുമ്പോഴേക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്നേ? കോമഡി എന്റെ വീക്ക്നെസ്. പക്ഷേ ഞാൻ ആ പെൺകുട്ടിയെ കൂടി എനിക്ക് ഒരു കണക്ഷൻ ഐ ഡോണ്ട് നോ ഹു ഈസ്. നിന്റെ വേഷം കെട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട. ഈ ജാൻബെൽ ആരാണെന്ന് ഒന്നും എനിക്ക് അറിയൊന്നുമില്ല. ഹു ദ ഹെൽ ആർ യു മീൻ? അത് പിന്നെ പറയടോ. ജാൻമണി എന്ന് പറയുന്ന വ്യക്തി എന്നെ വിളിച്ച് സോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച ആ ഒരു സെക്ഷൻ തീർത്തതാണ്. അതങ്ങനെ പറയാൻ കൊടുക്കാൻ പാടുണ്ടോ? അങ്ങനെ പറയാൻ കൊടുക്കാൻ പാടില്ല. കാരണം എന്തെന്നാരോ, നമ്മുടെ കാലം തെളിവുണ്ടോ? തെളിവില്ലാത്തോളം കാലം നിങ്ങൾക്ക് കള്ളം പറയാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തെളിവ് വെക്കും. ഈ കുട്ടി ഉണ്ടല്ലോ, ഈ കുട്ടി തെളിവ് വെക്കും. തെളിവ് വെക്കുമ്പോ ആൾക്കാർക്ക് മനസ്സിലാവും എന്താ ആരെ കള്ളം പറയുന്നു. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു.